ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, പരിശുദ്ധ സഭയായി നാം വിശുദ്ധ വലിയ നോമ്പിൻ്റെ പാതയിലൂടെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവങ്ങളിലേക്കും ജീവദായകമായ മരണത്തിൻ്റെ അനുഭവത്തിലേക്കും പ്രത്യാശാജനകമായ പുനരുത്ഥാനത്തിൻ്റെ വിജയോത്സവത്തിൻ്റെ പെരുന്നാളിനെയും ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ നോമ്പിൻ്റെ പാതയിൽ നാം സഞ്ചരിക്കുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധ വലിയ നോമ്പിലെ വ്യാഴാഴ്ച സന്ധ്യാനമസ്കാരത്തിൽ നാം ചൊല്ലുന്ന കോലോയിലെ ഒരു ഭാഗമാണ്. അവിടെ നാം ഇപ്രകാരം ആലപിക്കുന്നു: രാവും പകലും ദൈവത്തിൻ വാതിൽ, പാപിക്കും അനുതാപിക്കും നല്ലവനും ദുഷ്ടനും അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന നേവം പാപിനിയാം സ്ത്രീയും തന്നെ തള്ളിയ ശീമോനും തന്നെ പ്രതി മൃതിയേറ്റോരാം നൽ സഹദേന്മാരും രാജ്യം നേടിയ മോഷ്ടാവും സാക്ഷിച്ചിടുന്നു എന്നുള്ളത്. ഒരുപക്ഷെ നോമ്പിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള ഒരു സംശയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചോദ്യമായിരിക്കാം: ഞാൻ നോക്കുന്ന ഈ നോമ്പ് കൊണ്ട് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് എനിക്ക് യോഗ്യത ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. അപ്രകാരമുള്ള ചില സംശയങ്ങളെയൊക്കെയും ദൂരീകരിക്കുന്നതും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതുമായ ഒരു ഗീതഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. പ്രധാനമായും 3 കാര്യങ്ങൾ ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, ദൈവത്തിൻ്റെ നിരന്തരമായ ജാഗരൂകതയും മനുഷ്യമക്കൾക്കുള്ള അനുതാപത്തിൻ്റെ അവസരവുമാണ്. ഇവിടെ നാം ആലപിക്കുന്നത് ഇപ്രകാരം: രാവും പകലും ദൈവത്തിൻ വാതിൽ എന്നാണ് തുടക്കം തന്നെ. രാവും പകലും ദൈവത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതായത് നിരന്തരമായ ജാഗരൂകതയോടുകൂടി ദൈവം ഓരോ മനുഷ്യൻ്റെയും അനുതാപത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ രാവും പകലും ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് വഴിയായി നമ്മെ വിളിക്കുകയാണ് അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിക്കും അവനവൻ്റെ പാപപങ്കിലമായ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി പശ്ചാത്തപിച്ച് ആ വാതിൽക്കൽ ചെന്ന് നിന്ന് ദൈവത്തോട് പ്രായശ്ചിത്തമായി തന്നെ ഏറ്റുകൊള്ളുവാൻ അപേക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് ഉള്ള അവസരം അവിടെ ഒരുക്കപ്പെടുകയാണ്. രണ്ടാമതായി നാം കാണുന്നത് ഉപാധികളില്ലാത്തതായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആണ്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നതെന്നും ഈ ഭാഗത്ത് തന്നെ നാം വായിക്കുന്നുണ്ട്. പാപിക്കും അനുതാപിക്കും നല്ലവനും ദുഷ്ടനും അഭിമുഖമായി തുറക്കപ്പെട്ടിരിക്കുന്നതായ വാതിൽ. അവിടെ യാതൊരുവിധമായ ഉപാധികളുമില്ല. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ സൃഷ്ടിയെ സ്നേഹിക്കുന്നവനായ ദൈവം മനുഷ്യപുത്രൻ എത്ര തന്നെ പാപം ചെയ്താലും ദുഷ്ടത പ്രവർത്തിച്ചാലും ഏതെല്ലാം തെറ്റായ വഴികളിലൂടെ പോയാലും അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ തിരികെ വരിക എന്നുള്ള ഒരു വിളി മാത്രമേ ഉള്ളൂ. അതിന് മറ്റുപാധികളൊന്നും അവിടെ വെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി പറയാം, ഉപാധികളില്ലാത്തതായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നാം ഇവിടെ ദർശിക്കുകയാണ്. മൂന്നാമതായി നാം കാണുന്നത് സർവ്വലോകത്തിനുമുള്ളതായ രക്ഷാ പദ്ധതി. അതിനെ സാക്ഷീകരിക്കുന്നത് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പാപിനിയായ സ്ത്രീയും തന്നെ തള്ളിപ്പറഞ്ഞ ശീമോൻ പത്രോസും രാജ്യം നേടിയ മോഷ്ടാവും അതോടൊപ്പം തന്നെ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവനെ ബലിയർപ്പിച്ച സഹദേന്മാരുമൊക്കെ ഈ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീർന്നത് നാം ഈ വരികളിൽ വായിച്ചു കേൾക്കുകയാണ്. അതിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം നാമും ക്ഷണിക്കപ്പെടുകയാണ് ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ.
അതിന് വേണ്ടുന്നത് പശ്ചാത്താപവും കണ്ണുനീരും ഉപവാസവും നോമ്പും പ്രാർത്ഥനയും മാത്രമാണ്. അതുതന്നെയാണ് നമ്മുടെ പിതാക്കന്മാർ നാം ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നതും. അതിൻ പ്രകാരം ദൈവത്തിൻ്റെ നിരന്തരമായ ജാഗരൂകതയെ അറിഞ്ഞ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുതാപത്തിൻ്റെ അവസരങ്ങളെ വേണ്ടും വണ്ണം ഉപയോഗിച്ച് ഉപാധികളില്ലാത്ത ദൈവകരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സർവ്വലോകത്തിൻ്റെയും രക്ഷാപദ്ധതിയിൽ നമുക്കും പങ്കാളികളായിത്തീരാം. അപ്രകാരം ഈ നോമ്പിൻ്റെ യാത്രയിൽ നമുക്കും പങ്കുചേരാം. ഈ നോമ്പ് അവസാനിക്കുന്ന ആ വലിയ പെരുന്നാളിൻ്റെ ദിവസത്തിൽ സന്തോഷത്തോടുകൂടി അവൻ്റെ പുനരുദ്ധാനത്തിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ തക്കവണ്ണം, പ്രത്യാശയുടെ അനുഭവത്തെ പുൽകുവാൻ തക്കവണ്ണം നമുക്കും ഒരുങ്ങാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.